ഇതൊരു പ്രതിഷേധമാണ്. ഇതൊരു പ്രത്യേക തരത്തിലുള്ള പ്രതിഷേധമാണ്. ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചില വാസനകളുടെ പ്രതിഷേധമാണ്. സ്ത്രീകളെ തൊട്ടടുത്ത് കിട്ടുന്ന സമയത്ത് ഇവൻ മാത്രമല്ല, ഇതിനു മുന്നേ പല നേതാക്കളെയും പ്രവർത്തകരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല വീഡിയോയിൽ നിയമസഭയ്ക്ക് ഉള്ളിൽ വെച്ചിട്ട് വെളിയിൽ വെച്ചിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ട്. സ്ത്രീകളെ തൊട്ടടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ, അത് ഇത്രയൊരു സാഹചര്യത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മുതലെടുക്കാൻ നിൽക്കുന്ന ഒരു പ്രത്യേക പ്രതിഷേധം, അവരവരുടെ വാസനയൊന്ന് അടക്കുന്ന പ്രതിഷേധം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സ്ത്രീകളെ ഒന്ന് തൊട്ട് തലോടി അങ്ങനെ അതിൻ്റെ ഇടയിൽ കണ്ടെത്തുന്ന ഒരു സുഖം, അതാണ് ഈ വൃത്തിവട്ടൻ കാണിച്ചതെന്ന് പറയുന്നത്. ഇതുപോലുള്ളവന്മാരുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പ്രതിഷേധിക്കാനും ഇതുപോലെ സഹകരണാടിസ്ഥാനത്തിലുള്ള ഈ പറയുന്ന സഹകരണമായിട്ട് വരുന്നവന്മാരുടെ വായിലെ പല്ലിൻ്റെ എണ്ണം കുറച്ചു കൊടുക്കുക, ശരീരത്തിലെ എല്ലിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുക. ഞാൻ പ്രതീക്ഷിച്ചത് ആ എസ് ഐ തിരിച്ചു പിടിച്ചിട്ട് അവൻ്റെ കൂമ്പിനിട്ട് ഒരു അടി കൊടുക്കുക എന്നുള്ള കാര്യമാണ്. മേ ബി ചിലപ്പോൾ ഇത്രയും ക്യാമറ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ പലതരത്തിലുള്ള ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ സഹിക്കേണ്ടി വരും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ജോലി സംബന്ധമായി എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും അവൻ ഒറ്റയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഈ ജന്മത്ത് കുടിച്ചിട്ടുള്ള മുലപ്പാലിൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്, 100% ഉറപ്പാണ്. കാരണം ഒരു സ്ത്രീക്ക് അനുഭവിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ വേദന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാനം തൊട്ട് കളിക്കുക എന്ന് പറയുന്നൊരു സംഭവമാണ്. ആത്മാഭിമാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിന് ഇത്രയും മീഡിയക്കാർ അവർക്ക് ഉറപ്പായിട്ട് അറിയാം. കാരണം ഇത് ആദ്യമായിട്ടൊന്നും ആയിരിക്കില്ലല്ലോ അവർ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കാണുന്നതോ അല്ലെങ്കിൽ പിടിച്ചു മാറ്റപ്പെടുകയോ ഒക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത്. വാർത്ത കാണാതിരിക്കുന്ന വ്യക്തിയൊന്നും ആയിരിക്കത്തില്ലല്ലോ. അപ്പം ഇത് ഇത്രയും വൈറലായി പോവുക അവരും കണ്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതിൻ്റെ പ്രതിഷേധം ഏത് തരത്തിലായാലും അവരിലെത്തുക തന്നെ ചെയ്യും. ഇനി അതിലപ്പുറത്തേക്കൊന്ന് ആലോചിച്ചു, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഒരു വനിതാ എസ് ഐക്ക് ഇതാണ് ഇവന്റെയൊക്കെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു നീതിയെങ്കിൽ, ഒരു സാധാരണ ഒരു സ്ത്രീ, സാധാരണ ഒരു പെൺകുട്ടിയെ ഇവന്റെയൊക്കെ കൺമുന്നിൽ എത്തപ്പെട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കുക. ഇവന്മാരാണോ നീതിക്ക് വേണ്ടി പോരാടുന്നത്? ഇവന്മാരാണോ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ എത്തിയെന്ന് പറയുന്നത്? അവിടെ ഈ പറയുന്ന കണക്ക് ആ ബസ് സ്റ്റാൻഡിനുള്ളിൽ എന്തോ ഈ ശൗചാലയമില്ല പോലും, മൂത്രം ഒഴിക്കാൻ പറ്റുന്ന പോലും. എന്തിന്? അതുപോലുള്ള സ്ഥലങ്ങളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂട്ടിക്കിടക്കുന്ന തന്നെ നല്ലതെന്ന് പറയുന്നത്. കാരണം ഇവന്മാരെ പോലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ക്യാമറ വെച്ച് ആ സീൻ പോലും പിടിച്ച് കച്ചവടം ചെയ്യുന്നവന്മാരായിരിക്കും ഇവരെന്ന് പറയുന്നത്. ഇവന്റെയൊക്കെ വീട്ടിൽ സ്വന്തം അമ്മയും പെങ്ങളും എങ്ങനെ കിടന്നുറങ്ങുന്നു എന്നുള്ള കാര്യം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കണം. അവരെയൊക്കെ ഇത്രയും കാടത്തം പിടിച്ച മനോഭാവമാണ് ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത്. അത് പൊതുമധ്യത്തിൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുള്ളൂ. ഒരു നിലവാരം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എല്ലാ മനുഷ്യരിലും പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു പൊതുബോധമുണ്ടല്ലോ, ഇന്ന പൊതു ഇടത്തിൽ എങ്ങനെ പെരുമാറണം, എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കണം, ഏത് പ്രവൃത്തിയിൽ ഏർപ്പെടണം, ഏതൊക്കെ മറച്ചു വയ്ക്കപ്പെടണം, ഇങ്ങനെ തന്നെയാണ് എല്ലാ മനുഷ്യരിലൂടെ ഇത് പോകുന്നതെന്ന് പറയുന്നത്. ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഒരു തരത്തിലും കൺട്രോൾ ചെയ്യപ്പെടാൻ പറ്റാതെ വെളിയിലേക്ക് വരണമെങ്കിൽ ഇവനൊക്കെ ഏത് തരത്തിലുള്ള അക്രമവാസനയുള്ളവന്മാരായിരിക്കണം, അല്ലെങ്കിൽ ഏത് തരത്തിൽ സ്ത്രീകളെ കാണുന്നവന്മാരായിരിക്കണം എന്ന് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിലപ്പുറത്തേക്കെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ ബസ് സ്റ്റാൻഡിൽ നടന്നിട്ടുള്ള പ്രതിഷേധം എന്ന് പറയുന്നത് അതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. മന്ത്രി കെ ബി ഗണേഷ് ചെയ്തുള്ള ഒരു കാര്യം അത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം തൻ്റെ മുന്നിൽ വന്ന് ഇത്രയും അധികം പ്രതിഷേധം ഒരു പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ നടത്തുന്ന സമയത്ത് മനോഭാവത്തോടു കൂടി അത് കാണുക, അതിന് എതിരെ അല്ലെങ്കിൽ അതിന് വേണ്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുക. ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു പ്രവർത്തകനെ വിളിച്ചിട്ട് അത് ചോദിച്ചറിയുക, കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക. അതിന് എന്തിനു വേണ്ടിയിട്ടായാലും, ഇനി ക്യാമറ ഉണ്ടെന്ന് വിചാരിച്ചിട്ടായാലും ഇല്ലെങ്കിൽ വിചാരിച്ചിട്ടായാലും ഏത് തരത്തിലായി കഴിഞ്ഞാലും നമ്മൾ പലതും കാണുന്നില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും സംയമനത്തോടു കൂടി ഇടപെടുക എന്ന് പറയുന്നത് ഒരു നേതാവിൻ്റെ ക്വാളിറ്റി തന്നെയാണ്, ഒരു കഴിവ് തന്നെയാണ്, അതിനെ അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരം മുട്ടിയ സമയത്താണ് വീണ്ടും പ്രതിഷേധം കനത്തേന്ന് പറയുന്നത്. അവിടെ കൃത്യമായിട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്. ആ ബസ് സ്റ്റാൻഡിന് മുന്നിൽ കൃത്യമായിട്ട് 3 കടകളുണ്ടെന്നും ആ 3 കട മുറികൾക്ക് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് താൽക്കാലികമായിട്ടുള്ള നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിന് കെട്ടിട നമ്പർ കിട്ടിയിട്ടില്ല എന്നൊരു സംഭവം, അതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അത് കൃത്യമായി ചോദിക്കുന്ന സമയത്ത് ഉത്തരം മുട്ടിപ്പോയത് ഒറ്റ കാര്യത്തിൽ മാത്രമാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെപ്പറ്റി ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നെങ്കിൽ ഒരു നിവേദനം ഇതിന് മുന്നേ എനിക്ക് തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിന് ഉത്തരവില്ല. പ്രതിഷേധിക്കുക, ഞങ്ങൾക്കങ്ങ് പ്രതിഷേധിച്ചാൽ മതി. ആ പ്രതിഷേധത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാകുന്ന സമയത്ത്, അതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടാകുന്ന സമയത്താണ് ഒരു പ്രതിഷേധം ഒരു കരുത്തുള്ളതായി മാറുന്നത്. അല്ലെങ്കിൽ അതല്ലാതെ ചുമ്മാതെ ഫോക്കസ് ചെയ്യപ്പെടുന്ന മീഡിയയ്ക്ക് മുന്നിൽ ആളാവാനോ അല്ലെങ്കിൽ ഈ ജനങ്ങളെ കാണിച്ചുകൊണ്ട് 4 ആൾ അറിയുന്ന ഒരുത്തനായിട്ട് മാറാനോ ഇതിന് വേണ്ടിയിട്ടല്ല പ്രതിഷേധം ചെയ്യുന്നത്. പ്രതിഷേധിക്കുന്ന സമയത്ത് അതിലൊരു ആത്മാർത്ഥത വേണം. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ വേണ്ടുന്ന ഉതകുന്ന ഒരു തൻ്റെ ഇടവും ഒരു മനസ്സുറപ്പും ആത്മാർത്ഥത വേണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതല്ലാതെ തനിക്ക് ആളാവാനും ഈ പറയുന്ന ആൾക്കാരുടെ മുന്നിൽ എന്തൊക്കെയോ ആണെന്ന് കാണിക്കാനും വേണ്ടിയിട്ട് ഒരു ആത്മാർത്ഥതയില്ലാതെ ചുമ്മാ അതൊന്ന് പ്രതിഷേധിക്കുക അല്ലെങ്കിൽ അതൊന്ന് ഇതാക്കുക, ഇതിനു വേണ്ടി മാത്രം ഇറങ്ങുന്നതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന
മറ്റൊരു തരത്തിലും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പോലും പറയാൻ പറ്റത്തില്ല. അതൊക്കെ പുച്ഛം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ അതാതായിട്ടുള്ള രീതിക്ക് പടിപടിക്കായിട്ട് ചെയ്ത് വച്ചിട്ടും അതിനുള്ള ഫലം കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇതുപോലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാം. ഇത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ ചുമ്മാ അതങ്ങ് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുക മാത്രം ചെയ്യുക. അതിന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അവരോട് കണ്ട് ചർച്ച ചെയ്യപ്പെടുക, അവർക്ക് നിവേദനം കൊടുക്കുക, പരാതി കൊടുക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഇതിനൊന്നും പരിഹാരം കാണാതെ എത്തുന്ന സമയത്ത് പ്രതിഷേധിച്ചാൽ അത് സമ്മതിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ചുമ്മാതെ എല്ലാം ഒരു തരത്തിലുള്ള ഷോ ഓഫ് ആയിട്ട് മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയാണ് ചെയ്ത് കൂട്ടുന്നത് എന്ന് ആലോചിച്ച് നോക്കി. ഇതിലപ്പുറത്തേക്ക് കാണുന്ന ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെടുന്നതിൻ്റെ കാര്യമാണ്. ആശാ വർക്കേഴ്സ് എത്ര നാളായിട്ട് അവിടെ കിടന്ന് ഈ പറയുന്ന അവർ ഈ പൊരി വെയിലത്ത് ഇത്രയും ചൂടത്ത് അവരുടെ ശമ്പളത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആശാ വർക്കേഴ്സ് ഇല്ലാതെ നമ്മുടെ നാടിന് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ മുന്നേറ്റം നേടാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം ഓരോ പഞ്ചായത്തിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങൾക്ക്, സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഗർഭിണികൾക്ക് വേണ്ടി, അവരില്ലെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും താറുമാറായി പോകുന്ന കാര്യങ്ങളാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവർക്ക് പിന്നാലെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ അവർക്ക് കിട്ടപ്പെടാതെ പോകുന്ന ഒരുപാട് രീതികൾ, അത് രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് സംസ്ഥാനമായാലും കേന്ദ്രമായാലും വാങ്ങി കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം 2 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരപ്പെടുന്ന പോകുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നെഞ്ചു പൊട്ടി കരയുന്ന കുറേയധികം സ്ത്രീകളെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതാര് കാണുന്നു, ഇതാര് കേൾക്കുന്നു, ഇതൊന്നും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഇതിനുവേണ്ടി ആര് പ്രതിഷേധിക്കുന്നു, ആരൊക്കെ ഒന്ന് സപ്പോർട്ട് എന്ന് പറയുന്നതിൽ അപ്പുറത്തേക്ക് ഒന്നിനും ഒരു ഫലം ഉണ്ടാവുന്നില്ല. അതിലപ്പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഇതാ കഴിഞ്ഞ ദിവസം കാണുന്നതാണ്, നമ്മൾ ഒരുപാടായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന വന്യജീവി അതിൻ്റെ ഈ പറയുന്ന ഉപദ്രവത്താൽ പോകുന്ന ഒരുപാട് പാവം ജനതയെ നമ്മൾ കാണുന്നതാണ്. മലയോര പ്രദേശങ്ങളിലായാലും ഈ പറയുന്ന വനമേഖലയോട് അടുത്ത് ചേർന്ന് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണപ്പെടുന്നു. കഴിഞ്ഞ ദിവസവും നടന്നു, അമ്മയും മകനും കൂടെ. അതിൽ മകൻ മരിച്ചു, അമ്മ അത്രയും ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ ഇന്ന് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ അന്ത്യകർമ്മങ്ങൾക്കും മറ്റു ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി മകനെ ഒന്ന് കാണാൻ വേണ്ടി ആ അമ്മ അത്രയും വയ്യാത്ത അവസ്ഥയിൽ ആ അമ്മേനെ കൊണ്ടുവരുന്ന ആ രംഗം ഏതൊരു സാധാരണ ജനത്തിന്റെ അല്ലെങ്കിൽ ഏതൊരു മനുഷ്യപ്പറ്റുള്ള മനുഷ്യരുടെയും ഉള്ളിലേക്കുന്ന സംഭവമാണ്. പക്ഷെ ഇതൊന്നും മുന്നിലേക്ക് എത്തുന്നില്ല. ഓരോ ജില്ലയിലും ഓരോ എംപിമാരും മറ്റുമായിട്ട് ഈ പറയുന്ന പാർലമെന്റിലും അവിടെയൊക്കെ കയറി ഇറങ്ങുന്നുണ്ട്. എന്താണ് സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എത്രയോ വർഷങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ഈ പറയുന്ന വന്യജീവികളുടെ ആക്രമണം എന്ന് പറയുന്നത്. എന്താണ് അതിനൊരു കൃത്യമായിട്ടുള്ള പോംവഴി കണ്ടെത്താൻ ഇതുവരെയും കഴിയാതെ പോകുന്നതെന്ന് പറയുന്നത്? ഇതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പദ്ധതി തയ്യാറാക്കാൻ ആരും മുതിരെടുത്തത് എന്തുകൊണ്ടാണ്? അപ്പം ഇങ്ങനെ വോട്ട് മേടിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അതിലപ്പുറത്തേക്ക് സാധാരണ ജനങ്ങൾക്ക് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ സത്യത്തിൽ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഒന്നിച്ച് പോവാത്തത്? ഇവർക്കൊക്കെ എന്തുകൊണ്ടാണ് കഴിയാത്തത്? ഈ ഒരു പ്രശ്നം എത്രയോ വർഷമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വയനാട് അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് പാലക്കാട് പോലെ അങ്ങനെ എത്രയോ ജില്ലകളിലാണ് ഇതൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതിന് കൃത്യമായിട്ട് ഉചിതമായിട്ടുള്ള നടപടികൾ കൃത്യമായ വിധത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന് ഒരു പോംവഴി കണ്ടെത്താൻ കഴിയുന്നതാണ്. വന്യജീവികളെ ഈ പറയുന്ന സാധാരണ ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന തരത്തിലേക്ക് എന്തെങ്കിലും ഒരു വേലി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലപ്പുറത്തേക്ക് ഏത് സമയവും ഈ പറയുന്ന ഇലക്ട്രിക് കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ അതിലേക്ക് കൊടുത്തിട്ട് വന്യജീവികൾക്ക് പോലും പ്രശ്നമായിട്ട് മാറുന്ന തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ അത് ഭയങ്കര പാവമായിട്ടുള്ളൊരു കാര്യമായിരിക്കാം ഒരു പക്ഷെ മേ ബി. അതിലപ്പുറത്തേക്ക് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് വലിയ തരത്തിലുള്ള കരിങ്കൽ കൂനകൾ പോലുള്ള അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ടുള്ള കരിങ്കൽ ഭിത്തികൾ നിർമ്മിക്കാൻ പറ്റുന്ന പദ്ധതികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നടക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പം അത്രയും ഉയരത്തിലുള്ള ഇത്ര മേഖലയ്ക്കുള്ളിൽ അങ്ങനെ തിരിച്ചുകൊണ്ട് എത്രയോ കാര്യത്തിന് വേണ്ടി ഇവിടെ പദ്ധതികൾക്ക് വേണ്ടി പൈസ തയ്യാറാക്കുന്നു. അതുപോലെ എത്ര ജനങ്ങളാണ് ഇവിടെ വെറുതെ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെല്ലാം നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഷോ ഓഫ് മാത്രമായിട്ട് മാറുന്ന കുറെ പ്രതിഷേധങ്ങൾ ഇപ്പോഴും ഈ മരണപ്പെടുന്നവരുടെ മുന്നിൽ വന്നിട്ടും ഇതുപോലെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരും ഇങ്ങനെ വരുന്നതിലപ്പുറത്തേക്ക് ഇവർക്ക് വേണ്ടി ഉചിതമായിട്ടുള്ള നടപടി കൈക്കൊള്ളാൻ വേണ്ടി ആരും ഒന്നിച്ചു നിൽക്കുന്നില്ല. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും താന്നു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ അവസാനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ പെരുവഴിയാകുന്നു എന്നതിലപ്പുറത്തേക്ക് ഒന്നുമില്ല.